വ്യൂവേഴ്സ്, വെൽക്കം ടു ഏകൾ ലേണിംഗ്. എൻ്റെ എല്ലാ മക്കൾക്കും ഏകളിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കിരാതവൃത്തം എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ കുറച്ച് ആശയങ്ങൾ, അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് മക്കൾ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നോക്കാം, എന്താണ് കിരാതവൃത്തം? ആരാണ് എഴുതിയത്? കടമനിട്ട രാമകൃഷ്ണനാണല്ലേ. അപ്പോൾ കിരാതൻ എന്ന് പറയുന്ന ഒരു കാട്ടാളൻ. അപ്പോൾ ആരാണ്? കാടിന്റെ മകനാണ്. അപ്പോൾ കാടിനെ നശിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. തന്റെ ആവാസ വ്യവസ്ഥയെ തകർത്തവരോടുള്ള കാട്ടാളന്റെ പ്രതിഷേധത്തെ തീവ്രമായി അവതരിപ്പിക്കുന്ന കവിതയാണ് കടമനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. ഇത്തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കയ്യിൽ കരുതിക്കൊള്ളണം. കാടിന്റെ പ്രകൃതിയുടെ മകനാണ് കാട്ടാളൻ. അവന്റെ കോപവും പ്രതിഷേധവും ഗോത്ര സൗന്ദര്യ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ദൃശ്യബിംബങ്ങളിൽ കവി സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ദ്രാവിഡ തനിമയുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പടയണി പോലുള്ള ദൃശ്യകലാരൂപത്തിലെ വായ്ത്താരിയിൽ നിന്നും ജനിച്ചിട്ടുള്ള അതായത് വായ്ത്താരിയിൽ നിന്നും ജനിച്ച താളക്രമങ്ങളാണ് ഈ ഒരു കവിതയിൽ ഉടനീളം സംക്രമിക്കുന്നത്. മലയും കാടും കവിതയിലെ പ്രകൃതി ഇടങ്ങളാവുകയും അവയുടെ നഷ്ടം കവിതയുടെ ഭാവപരിസരങ്ങളാവുകയും ചെയ്യുന്നു. അപ്പം ഇതിലെന്താണ്? കൃത്യമായിട്ട് പ്രകൃതി നശീകരണത്തെയാണ് കാടിന്റെ മകനായിട്ടുള്ള കാട്ടാളൻ ആ മനുഷ്യൻ ഏൽപ്പിക്കുന്ന, അതായത് നഗരവാസികളായിട്ടുള്ള മനുഷ്യൻ കാടിന്മേൽ ഏൽപ്പിക്കുന്ന ആഘാതത്തിൽ നൊന്തിട്ടുള്ള അലർച്ചയാണ് ഈ ഒരു കവിത എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. നോമ്പ് നോറ്റ് കിടക്കുന്ന ഈറ്റപ്പുലിയിലാണ് കവിത ആരംഭിക്കുന്നത്. വാത്സല്യത്തിന്റെയും സംരക്ഷണത്തിന്റെയും വന്യമായ മാതൃബിംബമാണത്. കുഞ്ഞിന്റെ സംരക്ഷണ ബാധ്യതയുള്ള അമ്മയുടെ രൗദ്രഭാവമാണ് പുലിയുടേത്. നശിപ്പിക്കപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ നെഞ്ചു നീറി നിൽക്കുന്ന കാട്ടാളന്റെ ഉള്ളിലെ അടങ്ങാത്ത പകയെ കണ്ണിലെ ഈറ്റപ്പുലിയായും വളഞ്ഞ പുരികത്തിലെ കരിമൂർക്കനായും കവി സങ്കല്പിക്കുന്നു. അപ്പം ആ ഈറ്റപ്പുലിയുടെ കണ്ണ്, അതുപോലെ തന്നെ അതിന്റെ പുരികം എന്നൊക്കെ പറയുന്നത് ഈ കാട്ടാളന്റെ എന്താണ്? കാട്ടാളനാണ് സത്യത്തിൽ എന്താ പറയുന്നത്? ആ ഈറ്റപ്പുലി എന്ന് പറയുന്നത് കാടിനെ സംരക്ഷിക്കുന്ന കാടിന്റെ മകൻ. അപ്പോൾ അത്രത്തോളം എന്താണ് ആ കാടിന്റെ കാടിനെ ഇങ്ങനെ ആഘാതം ഏൽപ്പിക്കുന്ന സമയത്ത് ആ കാട്ടിലുണ്ടാകുന്ന ആ കാടിന്റെ വേദന, അല്ലെങ്കിൽ ഇത് കാണുന്ന സമയത്ത് കാട്ടാളനുണ്ടാകുന്ന ആ തീക്ഷ്ണതയൊക്കെയാണ് ഈറ്റപ്പുലിയുടെ കണ്ണിലും പുരികത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർപ്പരോക്ഷത്തോടുകൂടി പ്രതികാര ദംശനത്തിന് വെമ്പുന്നവനാണ് നെഞ്ചത്ത് പ്രതികാരത്തിന്റെ പന്തവും കുത്തി നിൽക്കുന്ന ഈ ഒരു കാട്ടാളൻ. പടയണിക്കോലമായ ഭൈരവിയുടെ ആത്മാംശമാണ് അതിലുള്ളത്. അപ്പം ഈ അവസാനം എന്താണ്? ഈ പ്രകൃതി നാശം കണ്ട് പടയണിയിലുള്ള നമ്മുടെ പന്തം കൊളുത്തി നിൽക്കുന്ന എന്താ പറയുന്നത് ഭൈരവി ആയിട്ടുള്ള ആ ഒരു ആ പടയണിയിലെ ഭൈരവിയുടെ ആത്മാംശം സ്വീകരിച്ചിട്ടുള്ള ആ ഒരു ദൈവീകമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക്, എല്ലാത്തിനെയും സംഹരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് കാട്ടാളൻ മാറുന്നു. ഇതിനൊക്കെ കാരണം ആരാണ്? നഗരവാസികളായ മനുഷ്യന്റെ കടന്നാക്രമണങ്ങളാണ്. തനിനാടൻ പ്രയോഗങ്ങളും വീറുള്ള നടനമുദ്രകളോടുകൂടെയാണ് കാട്ടാളൻ പ്രവേശിക്കുന്നത്. പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ട് കവിത പിന്നിടുന്ന ചടുല താളത്തിലേക്ക് സംക്രമിക്കുന്നു. ജഡമായി പോകുന്ന മലയും ആകാശവും കണ്ട് കാട്ടാളൻ നടുങ്ങുന്നു. മലയോരത്തഴക്കമുള്ള മാതാവും ആകാശ വിസ്തൃതിയുള്ള പിതാവും, ഇവിടെ മലകളെ തൻ്റെ മാതാവും ആകാശത്തെ തൻ്റെ പിതാവുമായിട്ടാണ് കാട്ടാളൻ കാണുന്നത്. അങ്ങനെ അതാണ് ഇപ്പോഴെന്താണ്? ചുടലപ്പറമ്പായിരിക്കുന്നത്. ഭൂമിയുടെ മുലകളാണ് മലകൾ. വംശപരമ്പരമായിട്ടുള്ള വേരായ ആ പാതി മുറിഞ്ഞു പോയിരിക്കുന്നു. മുലമുറിഞ്ഞ വേദനയിലുള്ള പ്രകൃതിയുടെ കനൽവിളി ചാട്ടുളിയായി കാട്ടാളന്റെ നെഞ്ചിൽ തറയ്ക്കുന്നു. അപ്പോൾ മലയെ തകർത്തിട്ടുള്ള, മലയെ JCB കൊണ്ടും ഒക്കെ മാന്തി നശിപ്പിച്ചിട്ടുള്ള മനുഷ്യൻ മല എന്താണ്? മുറിഞ്ഞതുപോലെയായിട്ടാണ് പറയുന്നത്. അപ്പൊ പ്രകൃതിയുടെ മുലകളാണ് ഈ മലകൾ എന്നാണ് പറയുന്നത്. ആ മുലകൾ മുറിഞ്ഞു പോയ പ്രകൃതി നൊന്ത് കരയുക. ആ കരച്ചിൽ കാട്ടാളന്റെ നെഞ്ഞിൽ ആഞ്ഞടിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ലോകമാസകലം ഉലയ്ക്കുന്ന ഒരു അലർച്ചയായി കാട്ടാളൻ മാറുന്നത് ഇവിടെയാണ്. കാടിനു മീതെ അലറുകയും കാടിന്റെ വേര് പറിച്ചെടുക്കാൻ കുതറുകയും ചെയ്യുന്നു. നഷ്ടപ്പെട്ട ജൈവ സന്തുലിതത്വം സംഹാരാത്മകമായി തിരിച്ചു പിടിക്കുന്ന കാട്ടാളനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആദിദ്രാവിഡ സംസ്കാര സൂചകമായ കന്മഴുകൊണ്ട് വേട്ടക്കാരുടെ കൈകൾ വെട്ടാനും മല കയ്യേറി മാനവ ഭംഗപ്പെടുത്തുന്നവരെ സംഹരിക്കാനുമുള്ള ആഹ്വാനത്തിലേക്ക് കവിത എത്തിച്ചേരുന്നു. കാട്ടാള ദുഃഖം രോക്ഷമാവുകയും മനുഷ്യവംശത്തിലേക്ക് പടരുകയും ചെയ്യുന്നു.
കുലം മുടിച്ചവരുടെ കടൽമാലകൾ കൊണ്ട് നിറമാലകൾ ഒരുക്കുന്നു. അതുപോലെ തന്നെ മാത്താടി മയങ്ങിയ ശക്തികൾക്കു നേരെ കാട്ടാളൻ തൻ്റെ പ്രാണ ഞരമ്പുകളെ ഞാണാക്കി മാറ്റി ഇടിമിന്നൽ കൊടി ഒടിച്ച് അമ്പുകളാക്കി വില്ല് കുലയ്ക്കുന്നു. അപ്പൊ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? എന്താണ്? തൻ്റെ ശക്തികളെ, കാട്ടാളൻ തൻ്റെ പ്രാണന്റെ ഞരമ്പുകളെ എന്താക്കുകയാണ്? ഒരു അമ്പാക്കുകയാണ്. എന്നിട്ട് അതിലെന്താക്കുന്നു? മിന്നൽ കൊടി ഒടിച്ച് അമ്പുകളാക്കിയിട്ട് വിടുന്നു. കാരണം അത്രത്തോളം പ്രകൃതിക്ക് മേൽ ഇങ്ങനെ ആഘാതം ഏൽപ്പിക്കുന്നവരോടുള്ള പ്രതിഷേധമാണ് ഇത്തരം വാക്കുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. കവിതയുടെ അന്ത്യത്തിൽ ഈറനണിഞ്ഞ ഈറ്റപ്പുലിയുടെ കണ്ണുകൾ അതിതീക്ഷ്ണമാകുന്നു, രൗദ്രം പ്രകടമാകുന്നു. നട്ടെല്ല് നിവർത്തി എഴുന്നേറ്റ് നിന്നും കാട്ടാളൻ കർമ്മോത്സുകനാകുന്നു. ചരിത്രത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും സ്വാംശീകരിച്ച ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മഴയിലേക്കും വേരുകളിലേക്കും സൂര്യകിരണത്തിലേക്കും കാട്ടാളൻ തിരിച്ചെത്തുന്നു. ഉർവരതയുടെ വസന്തകാലം തെളിയുന്നു. ബാഹ്യശക്തികളുടെ ആക്രമണ ഭീഷണിക്ക് മുൻപിൽ കാലിടറാതെ സ്വന്തം സമൂഹത്തിന്റെ രക്ഷയ്ക്കായി സർവശക്തിയും ഉപയോഗിച്ച് നേരിടാൻ തയ്യാറാകുന്ന ഗോത്രത്തിലെ തലവനായിട്ട് കാട്ടാളൻ മാറുന്നു. അപ്പോൾ ഇനി എന്താണ്? എൻ്റെ പ്രകൃതിയെ ആരും നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് മുന്നിട്ട് നിൽക്കുന്ന ആ ഗോത്രത്തിന്റെ ഒരു തലവനായിട്ട് ഈ കാട്ടാളൻ മാറുന്നു. ഇതാണ് നമ്മുടെ കവിത. ഇനി ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നോക്കാം. മുലപാതി മുറിഞ്ഞ വാളാറ്റിൻ കരയിൽ കനലായി വിളിപ്പു. അല്ലെ, ആര്? നമ്മുടെ കാട്ടാളൻ. പരിസ്ഥിതി വിനാശത്തെക്കുറിച്ച് ഈ വരികളിലുള്ള സൂചന വ്യക്തമാക്കുക. എന്താണ്? മുലപാതി മുറിഞ്ഞ വാളാറ്റിൻ കരയിൽ കനലായി വിളിപ്പും. ഇവിടെ മലയാളത്തിലെ എണ്ണപ്പെട്ട പരിസ്ഥിതി കവിതകളിൽ ഒന്നാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ട് കാട്ടാളന്റെ നഷ്ടത്തെ മനുഷ്യവംശത്തിന്റെയും ഗോത്ര സംസ്കൃതിയുടെയും നഷ്ടമായിട്ട് കവി ഇവിടെ പരിവർത്തിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടായിട്ടുള്ള ഒരു നഷ്ടം, അല്ലെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു നഷ്ടം സത്യത്തിൽ കൂടുതൽ അനുഭവിക്കുന്നത് ഈ കാട്ടാളനാണെന്നും ഗോത്രവംശമാണെന്നുമാണ് ഇവിടെ കവി പറയുന്നത്. ഭൂമിയുടെ മുലകളായ മലകൾ വംശപരമ്പരയുടെ വേരുകളാണ്. മുലകൾ പാതി മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. കയ്യേറ്റം ചെയ്യപ്പെട്ട ഒരു പെണ്ണിനെ പോലെ തച്ചു തകർക്കപ്പെട്ട മലകളിൽ നിന്നിനി പുഴകൾ പിറക്കില്ല. അപ്പൊ ഈ എന്താണ്? ഒരു പെണ്ണായിട്ടാണ് മലകളെ പറയുന്നത്. അപ്പൊ അത് ഇല്ലാതായതോടുകൂടി ഇനി എന്താണ്? ഒരു പുതിയ ജീവൻ ഉണ്ടാകില്ല. അല്ലെങ്കിൽ നീരൊഴുക്ക് മലകളിലൂടെയാണ് താഴോട്ട് വരുന്നത്. ആ നീരൊഴുക്ക് ഇനി എന്താണ്? ഉണ്ടാകില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. മുലപാതി മുറിഞ്ഞ പ്രകൃതിയുടെ കനൽവിളി കാട്ടാളന്റെ നെഞ്ഞിൽ തറയ്ക്കുമ്പോൾ അവൻ പ്രതികാരദാഹിയാകുന്നു. മലയും മരവും പുഴയും സ്വാർത്ഥ ലാഭത്തിനായി നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തി കാരണം നീറി വിളിക്കുന്ന പ്രകൃതിയുടെ കരച്ചിൽ അപമാനിതയായ സഹോദരിയുടെ നിലവിളി പോലെ കാട്ടാളന്റെ നെഞ്ഞ് പിളർക്കുന്നു. അപ്പൊ എന്താണ്? അപ്പം ഈ ഒരു പെൺകുട്ടിയുടെ മുല മുറിഞ്ഞു പോലെ, അല്ലെങ്കിൽ എന്താണ്? ഒരു തകർക്കപ്പെട്ട പെൺകുട്ടി എന്താണ്? കരഞ്ഞു വിളിക്കുന്നപ്പോൾ അത് തൻ്റെ പെങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്? കാട്ടാളന്റെ ഒരു സഹോദരിയുടെ നിലവിളി പോലെയാണ് പ്രകൃതിയുടെ നിലവിളി ആര് കേൾക്കുന്നത്? കാട്ടാളൻ കേൾക്കുന്നത്. ഇങ്ങനെ വിശദീകരിച്ചോളണം. പരിസ്ഥിതി നാശത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞോളണം. മറ്റൊരു ചോദ്യം നോക്കാം. എവിടെ പോയെന്റെ കിടാങ്ങൾ? ആമ്പൽപ്പൂ മൊട്ടുകൾ എവിടെ? പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണോ ഈ വരികൾ? ആണോ മക്കളെ? നോക്കാം. തകർക്കപ്പെട്ട ആവാസ വ്യവസ്ഥയുടെ നഷ്ടത്തിൽ തകർന്നു നിൽക്കുന്ന ഗോത്ര ജനതയുടെ കോപവും ദൈന്യവുമാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം എന്ന കവിത പങ്കുവെക്കുന്നത്. കവിതയിലെ കാട്ടാളൻ ആദിമ ഗോത്ര ജനതയുടെ പ്രതിനിധിയാണ്. അവൻ തൻ്റെ ഭൂതകാല നിലവുകളിലൂടെ ആത്മസംഘർഷത്തോടെ സഞ്ചരിക്കുമ്പോൾ പങ്കുവയ്ക്കുന്ന നഷ്ടങ്ങളും ആശങ്കകളുമാണ് ഈ വരികൾ. നഷ്ടപ്പെട്ടു പോയ നല്ല നാളുകളെ തേൻകൂടുകൾ തേടിപ്പോയി കൺവെട്ടത്ത് നിന്ന് മറഞ്ഞ ആൺകുഞ്ഞുങ്ങളെയും പൂക്കൂട നിറയ്ക്കാൻ പോയി കാണാതായ പെൺകുട്ടികളുടെയും ആകുലതയോടെ ഓർക്കുന്നു. അമ്മിഞ്ഞ ചുണ്ടിലൊട്ടിയ ആമ്പൽപ്പൂ മൊട്ടുകൾ പോലുള്ള കുരുന്നുകൾ കാട്ടാളന് നഷ്ടമായി. പാൽമണം മാറും മുൻപേ കശാപ്പ് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളുടെ വാർത്തകൾ കേരളത്തിൽ പതിവായിരിക്കുന്നു. പലപ്പോഴും ദുർബലരായ പാർശ്വവൽകൃത ജനതയാണ് ഇതിനൊക്കെ ഇരയാകുന്നത്. അവരുടെ ഇളം തളിരുകൾ കരിയുന്ന മണമോ നാഡികളിൽ നിറയുന്നതെന്ന് കാട്ടാളൻ സംശയിക്കുന്നു. ആദിവാസി ഗോത്ര ജനതയുടെ ശൈശവവും ബാല്യവും ഇത്രയേറെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം മുൻപ് ഉണ്ടായിട്ടില്ല. സാമൂഹികമായും സാമ്പത്തികമായും ലൈംഗികമായും ആ ജനത
ജനത നാട്ടാളന്റെ ചൂഷണം നേരിടുന്നു അല്ലെ, നമ്മുടെ ആധുനിക അതായത് നഗരവാസികളുടെ ചൂഷണം അല്ലെ, അവിടുത്തെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ എന്താണ് നേരിടുകയാണ് അല്ലെ. അവര് എന്താണ് ഈ കാടിനെ കയ്യേറി തുടങ്ങി. അപ്പോൾ കാടിനെ കയ്യേറിയ സമയത്ത് എത്രത്തോളമാണ് അതിന്റെ ആഘാതം ഇത്തരത്തിലുള്ള ഗോത്രവർഗക്കാർ ഏൽക്കേണ്ടി വന്നത് എന്നതാണ് ഈ ഒരു കവിതയിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ എന്താണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ള ആളുകളെയാണ്. അത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇങ്ങനെയുള്ള കാട്ടിലൊക്കെ താമസിക്കുന്ന ഗോത്രവർഗക്കാരുണ്ടാകും. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ വർത്തമാനകാല ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഈ വരികളിൽ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത് നാഗരിക ജനത അല്ലെ, നമ്മുടെ ഈ ഒരു ആധുനിക ജനത എങ്ങനെയാണ് അല്ലെ ഈ നാട്ടാളൻ എന്ന് വിളിക്കുന്നത് നാട്ടിൽ താമസിക്കുന്ന നമ്മൾ എങ്ങനെയാണ് കാട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതം ഇല്ലായ്മ ചെയ്യുന്നത്, അവരുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അല്ലെ അവരെ പോലുള്ള സാധുജനങ്ങളെ നമ്മൾ എത്രത്തോളമാണ് ചൂഷണം ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു കവിത ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് ഈ ഒരു ആശയം വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതണം എന്നുള്ളത് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കവിതയുടെ ആശയവും അതുപോലെ തന്നെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആശയം വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗായ്സ്.